വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 13th ഡിസംബർ. നമ്മൾ കവർ ചെയ്യുന്നത് 15th ഡിസംബർ മുതൽ 19th ഡിസംബർ വരെയുള്ള വീക്കാണ്. ഡിസംബർ മന്തിലേക്ക് കടന്നാൽ നോർമലി മാർക്കറ്റ് വളരെ കൺസോളിഡേഷൻ്റെ ഒരു മൂഡിലായിരിക്കും. എസ്പെഷ്യലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോളിഡേ പീരിയഡിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം അവരുടെ കലണ്ടർ ഇയർ തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഇയർ എൻഡിൻ്റെയൊക്കെ ഒരു വെക്കേഷൻ്റെ ഒരു മൂഡിലേക്ക് കടക്കുകയാണ്. എസ്പെഷ്യലി അടുത്ത ആഴ്ച മുതൽ മാർക്കറ്റിൽ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എസ്പെഷ്യലി നമുക്കറിയാം കുറേയധികം സ്റ്റോക്കുകൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ഒഴികെയുള്ള മിഡ് ക്യാപ്പും അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ വലിയൊരു സെൽ ഓഫിന് ശേഷം താഴെ ലെവൽസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനുവരി മന്തിലേക്ക് കടക്കുമ്പോൾ പല സ്റ്റോക്കുകളും ഈ ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്കൊക്കെ കുറേയധികം ബൈയിങ് വരാനുള്ള പോസിബിലിറ്റി വളരെയുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ താഴെ ലെവലിൽ വീണ്ടും ആവറേജ് ചെയ്യാനോ അല്ലെങ്കിൽ എൻട്രി ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാവുന്ന ഒരു പീരിയഡാണ് അടുത്തൊരു 15 ദിവസം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. നമുക്ക് കാണാം നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ 139 പോയിൻറ്റ്സ് കൂടെ താഴ്ന്ന് 26,046 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നിഫ്റ്റി ഒരു 26,000 ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 26,325 എന്നുള്ളൊരു പുതിയൊരു ഉയരം നിഫ്റ്റി കുറിച്ചിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സെൻസെക്സ് കഴിഞ്ഞ ആഴ്ചയിൽ 85,267 444 പോയിൻറ്റ്സ് കൂടെ താഴ്ന്നാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 60,283 311 പോയിൻറ്റ്സ് താഴ്ന്നും. അതുപോലെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 17,839 117 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നമ്മൾ ഇപ്പോൾ നമുക്ക് കുറേയധികം സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ താഴ്ന്നു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പലരും ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റോക്കുകൾ ഒരു ഹൈ ലെവലിൽ ബൈ ചെയ്തതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഡിസിഷൻ തെറ്റായോ എന്ന് പലപ്പോഴും ഒരുപക്ഷെ ഇൻവെസ്റ്റേഴ്സിന് തോന്നാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഒരു പ്രൈസ് നമ്മൾ വാങ്ങുന്ന അന്നത്തെ ഒരു അന്ന് മാർക്കറ്റിലെ റേറ്റിലാണ് നമ്മൾ വാങ്ങുന്നതല്ലേ. അപ്പോൾ അന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ സിറ്റുവേഷനും മാർക്കറ്റിൻ്റെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സും അതുപോലെ തന്നെ ആ സ്റ്റോക്കിനുള്ള ഡിമാൻഡ് സപ്ലൈക്ക് അനുസരിച്ചുള്ള റേറ്റാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷേ അതിന് ശേഷം ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴെ പോയി എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്തതൊരു മിസ്റ്റേക്കാണ് എന്ന് കരുതി അതിനെക്കുറിച്ച് വളരെയധികം വറീഡ് ആകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിന് നമുക്കറിയാം നമ്മൾ പല സ്റ്റോക്കുകൾ ഒരുപക്ഷെ കോവിഡിന് ശേഷമുള്ള പീരീഡിൽ 100 രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്കുകൾ 500 രൂപയ്ക്ക് പോലും വിൽക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിയത് ഒരു 200 ലെവലിൽ വാങ്ങിയൊരു സ്റ്റോക്ക് ഒരു 130 or 140 ലെവലിലേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ വാങ്ങിയൊരു 200 എന്നുള്ള ഒരു റോങ് ഡിസിഷൻ ആയിരുന്നോ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ട് വളരെയധികം വറീഡാവേണ്ട കാര്യമില്ല. കാരണം മാർക്കറ്റിൽ ഒരിക്കലും ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻസ് ആവില്ല നമ്മൾ എടുക്കുന്നത്. പലപ്പോഴും എത്ര വലിയ ഇൻവെസ്റ്റേഴ്സ് ആയാലും നമുക്ക് കാണാം പലപ്പോഴും അവർ വാങ്ങിയ സ്റ്റോക്കുകൾ വളരെ താഴേക്കൊക്കെ കറക്റ്റ് ചെയ്ത് പോകുന്നതൊക്കെ. പക്ഷേ അതിലെല്ലാം നമ്മൾ കാണേണ്ടത് അന്നത്തെ ഒരു ഡിസിഷനാണ് ആ ബൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റോക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ ആ സ്റ്റോക്കിനെ കുറേ കൂടി താഴെയുള്ള പ്രൈസിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളതും അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുകയും ചെയ്യുക എന്നുള്ളൊരു പോസിറ്റീവ് ഒരു തിങ്കിങ് പാറ്റേൺ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫ് വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ലൈഫായിട്ട് മാറുമെന്നുള്ളൊരു കാര്യം ഓർക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയെ പറ്റി മാക്സിമം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മാർക്കറ്റിലുള്ള സൈക്കിളിൻ്റെയോ മാർക്കറ്റിലുണ്ടാകുന്ന ഓരോ ഇവൻസിന് അനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അതായത് കമ്പനിയുടെ സെയിൽസിലോ റവന്യൂവിലും പ്രോഫിറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ടോയെന്നോ അല്ല, അതുപോലെ തന്നെ ആ കമ്പനിയുടെ പ്രോഡക്ട്സിന് ഏതെങ്കിലുമൊക്കെ ഉള്ള രീതിയിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ഡിമാൻഡ് താഴെ പോകാനുള്ള എന്തെങ്കിലും ഒരു കാരണം, വലിയ കോമ്പറ്റീറ്റർ വരികയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിലാണ്
നമ്മൾ ആ സ്റ്റോക്കിനെ കുറിച്ച് എക്സിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു സ്റ്റോക്കിൻ്റെ ഒരു കമ്പനിയുടെ ഒരു 5,000 അല്ലെങ്കിൽ ഒരു 10,000 സ്റ്റോക്ക് വരെയൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനപ്പുറത്ത് നമുക്ക് കാണാം വലിയ ഹ്യൂജ് 1000 കോടി അല്ലെങ്കിൽ 2000 കോടിയുടെയൊക്കെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രൊമോട്ടർ അപ്പുറത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ആ വ്യക്തി ആ ഒരു പ്രഷർ ഇതെങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മളത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിൽ നമ്മൾ പ്രോഫിറ്റിലേക്ക് മാറുകയുള്ളൂ. ഇപ്പം ഇന്നത്തെ വീഡിയോ നമുക്കറിയാം മാർക്കറ്റിൽ വലിയ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മാർക്കറ്റിൻ്റെ ഇങ്ങനെയുള്ള സൈക്കിളിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ബേസിക്കായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ സൈക്കിളിലൂടെ എങ്ങനെ സാധാരണ ഒരു വർഷത്തിൽ പല ക്ലൈമറ്റും ഉണ്ടല്ലോ, ആ ക്ലൈമറ്റുകൾ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മൾ പലപ്പോഴും അതിനനുസരിച്ചുള്ള ജീവിത സ്റ്റൈല് മാറ്റിക്കൊണ്ട് നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെയാണ് താമസിക്കുന്നതല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിലുള്ള ഈ സൈക്കിളിൻ്റെ പല സ്റ്റേജുകളിലും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളിൽ വിശ്വാസം ഉള്ളിടത്തോളം കാലം നമ്മൾ ആ സ്റ്റോക്കുകളെ ഹോൾഡ് ചെയ്യുകയും അവിടെ നമ്മൾ വലിയ രീതിയിലുള്ള പാനിക് സിറ്റുവേഷൻസ് വന്നാൽ പോലും നമ്മൾ ആ സ്റ്റോക്കുകളെ വലിച്ചെറിഞ്ഞ് കളയാതെ വിറ്റ് മാറി നിൽക്കാതെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. നമ്മൾക്ക് ഇപ്പോൾ കാണുന്നതാണ് ഇത് സൈക്കിൾ ഓഫ് മാർക്കറ്റ് ഇമോഷൻസ് എന്നുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മാർക്കറ്റിൽ പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ബുൾ മാർക്കറ്റിലൂടെ പോകുന്നതും അതിനുശേഷം ബെയർ മാർക്കറ്റിലൂടെ മാർക്കറ്റ് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതിൻ്റെ ഇടയിലുണ്ടാകുന്നൊരു സിറ്റുവേഷൻ ഇപ്പോൾ നമുക്ക് ഒരു പോയിന്റിൽ നിന്നൊരു ഒപ്റ്റിമിസം എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ ആ സൈക്കിളാണ് നമ്മളിതിൽ കാണുന്നത്. അതിന് ശേഷം ഇവിടെ നിന്ന് എക്സൈറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഇതിലേക്ക് പോകും, ത്രില്ല് എന്നുള്ള രീതിയിൽ പോകും, ഒരു യൂഫോറിയയിലേക്ക് പോകും. അവിടെ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഒരു യൂഫോറിയൽ എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയതിന് ശേഷം ആ ബുൾ മാർക്കറ്റിൻ്റെ ഒരു പീക്കിനാണ് യൂഫോറിയ എന്ന് പറയുന്നത്. അവിടെ നിന്ന് പതുക്കെ ഒരു ആങ്സൈറ്റി, അതുപോലെ ഒരു ഡിനയൽ, അതുപോലെ ഫിയർ, ഡിപ്രഷൻ, അതുപോലെ അവിടെ നിന്ന് ഒരു പാനിക് സിറ്റുവേഷനിലേക്കൊക്കെ വരും. അതിന് ശേഷമാണ് ഒരു ക്യാപിറ്റുലേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഈ ക്യാപിറ്റുലേഷൻ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും പലപ്പോഴും സ്റ്റോക്കുകൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പല മിഡ് ക്യാപ് സ്റ്റോക്കുകളും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും വലിയ രീതിയിൽ കറക്ഷന് ശേഷം താഴെ ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാനസികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു ഇൻവെസ്റ്റർക്ക് ആ സ്റ്റോക്കുകളെല്ലാം വിറ്റ് മാറുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് വരുന്നൊരു സിറ്റുവേഷനാണ് ഈ ക്യാപിറ്റലേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അവിടെ വിൽക്കാതിരിക്കുക എന്നുള്ളതും അവിടെ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിലെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടൊരു പോയിൻ്റാണ്. അത് നമ്മൾ ഫോളോ ചെയ്യാൻ പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ കോവിഡിന് ശേഷം മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളവർ ഇതുപോലെയുള്ള സിറ്റുവേഷനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് വളരെ പാനിക്കാണെന്ന് അറിയാം. പലരും നമുക്ക് പല രീതിയിലുള്ള നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പല വീഡിയോസൊക്കെ മുമ്പ് മാർക്കറ്റ് വലിയ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞവർ പലരും ഇപ്പോൾ നമുക്ക് കാണാം വീഡിയോസിൽ പല ഗ്ലോബലായിട്ടുള്ള മാർക്കറ്റുകളും 50%, 70% ഇടിഞ്ഞതിനെ കുറിച്ചൊക്കെ വീഡിയോകൾ കാണാം. പക്ഷേ നമ്മളിതൊന്നും കണ്ട് നമ്മളതിനെക്കുറിച്ച് വല്ലാതെ വറീഡ് ആകാതെ നമ്മൾ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകളാണ് എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫിയർ അല്ലെങ്കിൽ പാനിക് സിറ്റുവേഷനിൽ നിന്നും മാർക്കറ്റ് അവിടെ നിന്നും പതുക്കെ ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജും ഹോപ്പ് എന്നുള്ളൊരു സ്റ്റേജിലേക്കും പിന്നെ ഒരു റിലീഫ് എന്നുള്ളൊരു സ്റ്റേജിലേക്കും പിന്നെ ഒപ്റ്റിമിസത്തിലേക്കും വരികയും പിന്നെയും അടുത്തൊരു ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റേജിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയും ചെയ്യുകയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ബുൾ മാർക്കറ്റ് എന്നുള്ളതിൽ ഒരു സ്റ്റേജുകളുണ്ട്. അത് കഴിഞ്ഞ് ബെയർ മാർക്കറ്റ് എന്നുള്ള സ്റ്റേജിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിതിന് ബേസിക്കായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഈ മാർക്കറ്റ് ഹയർ ലെവൽസിലേക്ക് പോവുകയും അതിനുശേഷം താഴെ ലെവലിലേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് വരുന്നൊരു സൈക്കിളും ആ ഒരു മുകളിലേക്ക് വരുന്നൊരു സൈക്കിൾ വരുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ കൃത്യമായിട്ട് നമുക്ക് വേണം. എങ്കിലേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നിലനിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പാനിക് ഡിപ്സ് നമ്മൾ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവസരമാണ് നമ്മൾ മുമ്പിലുള്ളത്. എല്ലാ വലിയ ഇൻവെസ്റ്റേഴ്സും
പണം ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള അവസരത്തിലാണെന്ന് മനസ്സിലാക്കുക. അതിൽ നമ്മളിപ്പോൾ സംസാരിച്ച സ്റ്റേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്റ്റിമസും, എക്സൈറ്റ്മെൻറ്റും, ത്രില്ലും, യുഫോറിയും. അത് കഴിഞ്ഞ് നമുക്ക് ആങ്സൈറ്റിയും, ഡിനയലും, ഫിയറും, ഡിപ്രഷനും, പാനിക്കും, ക്യാപിറ്റുലേഷനും, ഡെസ്പോണ്ടൻസിയും. അതായത് ഒരു ഡിസ്പോണ്ടൻസി എന്ന് പറഞ്ഞൊരു മൊത്തത്തിലൊരു ഡെസ്പെറേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഡിപ്രഷൻ സ്റ്റേജിലേക്കും ഹോപ്പിലേക്കും വീണ്ടും റിലീഫും ഒപ്റ്റിമിസത്തിലേക്കും വരുന്നത് വീണ്ടും അടുത്തൊരു റാലിയിലേക്ക് മൂവ് ചെയ്യുന്നതും. ഇത് സൈക്കിൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിലൂടെ കടന്നു പോയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ് ഞങ്ങൾ പലരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കിതിന് ഇനി മാർക്കറ്റിനൊരു റിക്കവറി ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉണ്ടാകുമെന്നുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഞാനിത് പല പ്രാവശ്യവും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴും നമ്മൾ അതിലൊരു കോൺഫിഡൻസ് വേണം നമുക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നോക്കൂ, നമ്മളൊരു പാനിക് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ കാണാം, നമ്മൾ പല ഒരു റെഡ് മൂഡിലായിരിക്കും ടോട്ടലി മാർക്കറ്റും. അതിലുള്ള ഇൻവെസ്റ്റേഴ്സിൽ എസ്പെഷ്യലി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പലരും വളരെ പാനിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇങ്ങനെയുള്ള മൂഡിൽ കടന്നു പോകുന്നത്. പക്ഷേ ഇത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മുടെ അവസാനമല്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫിൽ അവസാനമല്ല എന്ന് മനസ്സിലാക്കുകയും ഇവിടെ നിന്ന് അടുത്ത റിക്കവറിയിൽ വീണ്ടും പ്രോഫിറ്റിലാകുകയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആഡ് ചെയ്യാനുള്ള അവസരമാണെന്നും അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെൽത്ത് ക്രിയേഷനിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് വരുമെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതിൽ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഫെഡറൽ ബാങ്ക് എന്നുള്ള സ്റ്റോക്ക്. ഞാൻ എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റായ ഫെഡറൽ ബാങ്ക് ഞാൻ 1988 എൻ്റെ 18ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ആനുവൽ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഓരോ ക്യാൻഡിലും ഒരു വർഷത്തെയാണ് ഇത് ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഒരു 6th ജൂണിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നത് 1995 ട്രേഡ് ചെയ്തിരുന്നൊരു 5 rupees ലെവലിലാണ്. അതിന് നമുക്കിതിൽ നോക്കുകയാണെങ്കിൽ അന്ന് ഒരു 10 rupeesൻ്റെ ഫേസ് വാല്യൂ, ഷെയർ ഇപ്പോൾ 2 rupeesൻ്റെ ഫേസ് വാല്യൂവിലാണ്. അതായത് സ്റ്റോക്ക് പല പ്രാവശ്യം സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം ബോണസ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള പ്രൈസ് നോക്കുകയാണെങ്കിൽ 95 ഈ സ്റ്റോക്ക് 5 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ ഒരു 261 ഇപ്പോൾ ഇന്നലെ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പലപ്പോഴും പല സമയത്തും സ്റ്റോക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ ആ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നോക്കുക, ഇത്രയും പീരിയഡിനിടയിൽ ഓൾമോസ്റ്റ് ഒരു 30 years ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ള റിട്ടേൺ നോക്കുക. അപ്പോൾ നമ്മളൊരു നല്ല കമ്പനി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ സ്റ്റോക്കിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പല പ്രാവശ്യം സ്റ്റോക്കിനെ എനിക്ക് പഠിക്കേണ്ട സമയത്തിനൊക്കെ ഫണ്ടിന് ആവശ്യം വരുമ്പോഴൊക്കെ ഞാൻ വിറ്റിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റോക്ക് നല്ലതാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അടുത്ത ഫണ്ട് വരുമ്പോൾ ഈ സ്റ്റോക്കിൽ നമ്മളൊരു എസ്പെഷ്യലി നമുക്കൊരു സെൻറ്റിമെൻറ്റ്സ് ഉള്ളൊരു സ്റ്റോക്കും കൂടെയാണ്. കാരണം നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിനോട് എപ്പോഴും നമുക്കൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റോക്ക് വീണ്ടും എൻ്റർ ചെയ്യാറുണ്ട്. ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് തന്നെയാണ് ഫെഡറൽ ബാങ്ക് എന്നുള്ള സ്റ്റോക്ക്. അതുപോലെ തന്നെ ഞാൻ ഈ സ്റ്റോക്ക് ഒരു 40 rupeesലേക്ക് 2020 വന്നപ്പോൾ ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിസർച്ച് റിപ്പോർട്ട് രാകേഷ് ജുഞ്ചുവാല സാറിന് ഞാൻ നൽകുകയുണ്ടായി. അദ്ദേഹം ഇത് ഈ സ്റ്റോക്കിനെ, കാരണം എനിക്ക് ഈ കമ്പനിയെ കുറിച്ച്, ഈ ബാങ്കിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് എപ്പോഴും നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൻ്റെ വലിയൊരു കറക്ഷൻ ഓൾമോസ്റ്റ് ഒരു 150 ലെവലിൽ നിന്നൊക്കെ 50ക്ക് താഴേക്ക് കറക്റ്റ് ചെയ്തപ്പോൾ വളരെ നല്ലൊരു ബൈയിങ് ലെവലിലാണെന്നുള്ളൊരു റിപ്പോർട്ട് ഞാൻ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായി. ആ സമയത്ത് തന്നെ അതിനുശേഷം ഒരു 50ക്ക് താഴെ അദ്ദേഹം ഈ സ്റ്റോക്ക് കുറേയധികം അക്യുമുലേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാം സ്റ്റോക്കിലുണ്ടായിട്ടുള്ള വലിയൊരു റാലി കാണാം. ഇപ്പോഴും നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്റ്റോക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പോലും അദ്ദേഹത്തിൻ്റെ ടീം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫെഡറൽ ബാങ്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ആ സ്റ്റോക്കിൻ്റെ കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ട് എനിക്ക് നൽകാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള ഡയമണ്ട് പിക്സിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള റിപ്പോർട്ട്സ് തന്നെയാണ് ഞങ്ങളുടെ ക്ലയൻസിന് നൽകാറുള്ളത്. ചില ഡയമണ്ട് പിക്സ് സ്റ്റോക്കുകൾ ഞങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ളത് കുറച്ചൊരു കറക്ഷൻ പീരീഡിലൂടെ, ചിലതൊക്കെ 20%, 30% കറക്ഷനിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ സ്റ്റോക്കുകളുടെ നമ്മൾ ആ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യുകയും അതിനുശേഷം പേഷ്യൻസോടുകൂടി അടുത്തൊരു റാലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി.
നമ്മളിപ്പോൾ കാണുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു വീക്ക്ലി ചാർട്ടാണ്. ആ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാം 110 ലെവലിൽ നിന്ന് സ്റ്റോക്ക് 36 ലെവലിലേക്ക് ഒരു വലിയൊരു കറക്ഷൻ നടത്തുന്നത് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് കാണാം ഈവൻ സ്റ്റോക്കിൻ്റെ RSI 30 താഴേക്ക് മൂവ് ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും. അവിടെ നിന്നാണ് പിന്നെ ഇപ്പോഴുള്ള ഈ ഒരു വലിയ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതും ഇപ്പോൾ ഈ സ്റ്റോക്ക് ഒരു 260 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്ത് വന്നിട്ടുള്ളതും. അപ്പോൾ നോക്കൂ, ഞാൻ പറഞ്ഞ രാകേഷ് ജുവൽ സാറിൻ്റെ ആ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പോർട്ട്ഫോളിയോയിൽ 1542.8 ക്രോർസിൻ്റെ സ്റ്റോക്കുകളാണ് ഫെഡറൽ ബാങ്കിൽ നിന്നും ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ടൈറ്റാനിൽ 18,350 ക്രോർസിൻ്റെ പോർട്ട്ഫോളിയോ അദ്ദേഹത്തിൻ്റെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം പല സ്റ്റോക്കുകളിലും ഈ ടൈറ്റൻ പോലെയുള്ള സ്റ്റോക്കുകളിലൊക്കെ വളരെ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് മൂലമാണ് ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ടിലേക്ക് പോർട്ട്ഫോളിയോ വരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ രീതി അനുസരിച്ച് പോർട്ട്ഫോളിയോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഞങ്ങളുടെ ഡയമണ്ട് പീക്കിലൊക്കെ ഒരു 5 lakhs ആണ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് ആ സ്റ്റോക്കുകളിൽ ഒരു സ്റ്റോക്ക് ഒരു 10% ഇറങ്ങുമ്പോൾ പലപ്പോഴും ഒരു 50,000 നമ്മളൊരു ലോസ് കാണിക്കുമെന്നുണ്ടെങ്കിലും അതിനുശേഷം തിരിച്ച് വരുമ്പോഴും അതുപോലെ തന്നെയായിരിക്കും ഒരു സ്റ്റോക്ക് 100% മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു 5 lakhs പ്രോഫിറ്റിലേക്കൊക്കെ ആയിരിക്കും അത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റേതായിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് മനസ്സിലാക്കുകയും അതിനൊപ്പം തന്നെ നമ്മൾ ആ സ്റ്റോക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ കോൺഫിഡൻസോട് കൂടി നമ്മളതിന് ഹോൾഡ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് RSI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ചില സ്റ്റോക്കുകളിൽ കറക്ഷനിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ ചില സ്റ്റോക്കുകൾ റാലി ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻസ് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയധികം പേര് അതിന് റിപ്ലൈ നൽകിയിട്ടുണ്ടായിരുന്നു. അത് ആ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്നുള്ളൊരു രീതിയിൽ കുറേ പേര് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന ആ ഒരു പോയിന്റിനെ കുറിച്ച് നിങ്ങൾക്കതിൽ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു റിപ്ലൈ തരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കൂടെ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ അതുപോലെയുള്ള കണ്ടൻറ്റുകൾ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ചാർട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. നമുക്ക് കാണാം കഴിഞ്ഞ ആ ഒരു കറക്ഷനിൽ 185 ലെവലിലേക്കും ഫെഡറൽ ബാങ്ക് വന്നപ്പോൾ ഒരു RSI 40 ലെവലിൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 220 ലെവലിൽ നിന്ന് 185 ലെവലിലേക്ക് കറക്റ്റ് ചെയ്തപ്പോൾ RSI വളരെ താഴ്ന്ന് 40 ലെവലിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ RSI 30 ആണ് വളരെ ഐഡിയൽ ആയിട്ടൊരു എൻട്രി പോയിന്റ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് എൻട്രി ലഭിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ RSI 40ക്ക് താഴെ വരുമ്പോൾ നമ്മളൊരു നല്ല സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബൈ ചെയ്ത് തുടങ്ങാവുന്നൊരു ലെവലിലായിരിക്കും. അതിനുശേഷം നമുക്ക് കാണാം ഇപ്പോൾ സ്റ്റോക്ക് ഒരു 263 ലെവലിലേക്കൊക്കെ റാലി ചെയ്തപ്പോൾ RSI 70ക്ക് മുകളിലേക്ക് പോയിരിക്കുന്നു. അതായത് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഫെഡറൽ ബാങ്ക് മൂവ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ RSIയുടെ ഏതാണ് പീരിയഡ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു ഉത്തരം 14 എന്നുള്ളതാണ് ഐഡിയലായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ട ഒരു RSIയുടെ ഒരു ലെവലും അതും ഡെയിലി ചാർട്ടിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളൊരു വീക്കിലി ചാർട്ടിൽ നമ്മളിപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ഒരു വീക്കിലി ചാർട്ടിൽ നമ്മൾ RSI 14 ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ആ ഒരു 185 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് RSI 40ലേക്ക് വരെ വരുന്നില്ല, അതിന് മുമ്പ് തന്നെ തിരിച്ചു മുകളിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോഴും ഒരു 1 ഇയറിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും RSI 14 ഡെയിലി ചാർട്ടിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഐഡിയൽ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ RSIയോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് മൂവിങ് ആവറേജസിനെ കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി നമുക്ക് ഏതെങ്കിലുമൊക്കെ റോങ് ഡിസിഷൻസ് എടുക്കാതിരിക്കാനായിട്ട് നമ്മൾ സഹായിക്കും. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയാണ് RSIയും മൂവിങ് ആവറേജും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണത്
എങ്ങനെയാണ് നമുക്ക് ആ ഡിസിഷൻസ് എടുക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് നോക്കുക. ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 7 ഡേ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ദിവസത്തെ ആവറേജ്, അതായത് 7 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് ബൈ 7 ഇട്ടിട്ടാണ് നമുക്ക് ഈ ആവറേജ് 7 ദിവസത്തെ ആവറേജ് ലഭിക്കുന്നുണ്ടെങ്കിൽ 21 ഡേയ്സ് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ 21 ഡേയ്സ് ക്ലോസിംഗ് പ്രൈസ് എടുത്ത് അതിനെ ഡിവൈഡ് ബൈ 21 എന്നുള്ളതും, അതിനുശേഷം ഓരോ ദിവസം മൂവ് ചെയ്യുന്നതോറും ഫസ്റ്റ് ഡേ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയും നെക്സ്റ്റ് ഡേ ആഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഈ മൂവിങ് ആവറേജസിൻ്റെ ആ ചാർട്ട് ബിൽഡ് ചെയ്യുന്നതെന്നുള്ളത് ബേസിക്കായിട്ട് മനസ്സിലാക്കുക. പക്ഷേ നമുക്ക് ഈ സാധാരണ ഒരു മൂവിങ് ആവറേജിനേക്കാളും, അതായത് സിമ്പിൾ മൂവിങ് ആവറേജിനേക്കാളും കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആയിരിക്കും. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ ലേറ്റസ്റ്റ് ഡേയ്സിന് കൂടുതൽ വെയിറ്റ് നൽകുന്ന രീതിയിലാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൈസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ലഭിക്കുമെന്നുള്ളതാണ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഉപയോഗിക്കുക. എല്ലാ ട്രേഡിംഗ് ചാർട്ടുകളിലും, ഈവൻ ബ്രോക്കേഴ്സിൻ്റെ ഫ്രീ ആയിട്ടുള്ള ചാർട്ട്സുകളിൽ പോലും നമുക്ക് ഈ മൂവിങ് ആവറേജ് സിമ്പിളും എക്സ്പോണൻഷ്യലും അവൈലബിൾ ആയിരിക്കും. അത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ചാർട്ടിൽ നമുക്ക് കാണാം, ഇതിൽ ഞാൻ RSI നമ്മൾ 30ക്ക് താഴേക്ക് പോകുന്ന ഒരു സമയം നമ്മൾക്ക് ഇവിടെ ഒരു സ്ക്വയർ ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുകളിൽ ഒരു ആരോ കാണാം നമുക്ക്. അതിൽ ഈ ഗ്രീൻ ലൈനായിട്ട് നിൽക്കുന്നത് EMI എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് 7-ഉം റെഡ് ലൈൻ 21 EMI-യുമാണ്. അപ്പോൾ ഈ ഗ്രീൻ ലൈൻ താഴേക്ക് റെഡ് ലൈനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സെൽ സിഗ്നലാണ് വരുന്നത്. അതായത് ഈ മൂവിങ് ആവറേജ് ലൈനിൽ ഗ്രീൻ സിഗ്നൽ, അതായത് ഗ്രീൻ ലൈൻ, അതായത് 7 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് 21 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ താഴേക്ക് കട്ട് ചെയ്യുമ്പോൾ അതൊരു സെൽ സിഗ്നലാണ്. അതേസമയം നമ്മളൊരു RSI ലെവലിലൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം 30 ലെവലൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രീൻ ലൈൻ റെഡ് ലൈൻ, അതായത് 7 EMI 21 EMIയെ കട്ട് ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതൊരു ബൈ സിഗ്നലാണ്. അവിടെ നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കുന്നുണ്ട്. അതായത് RSI 30യിൽ നിന്നും മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയവും അതോടൊപ്പം തന്നെ ഈ 7 EMI 21 EMI മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കരമുള്ളൊരു ഒരു സിഗ്നലാണ് അത്. അതായത് ഓൾമോസ്റ്റ് ഒരു 200 ലെവലിലൊക്കെ ആണ് നമുക്ക് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതിനുശേഷമാണ് സ്റ്റോക്ക് ആ 200 ലെവലിൽ നിന്ന് 263 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജും എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഹിൻഡാൽകോ എന്നുള്ള സ്റ്റോക്ക് നോക്കുക. ഹിൻഡാൽകോ ഒരു 610 ലെവലിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ചാർട്ടിൽ RSI 30 ലെവലിലേക്കൊക്കെ താഴെ പോകുന്നത് കാണാം. അതിനുശേഷം അവിടെ നിന്ന് ഒരു 610 ലെവലിലൊക്കെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്താണ് ഈ 7 EMI 21 EMIയെ ക്രോസ് ചെയ്യുന്നത്. ആ ക്രോസ് ഓവർ ചെയ്യുന്ന ഒരു സമയത്ത് 610-ലൊക്കെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് കാണാം ഈ സ്റ്റോക്ക് ഒരു 850 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ RSI ഒരു 70ക്ക് മുകളിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യാനുള്ളൊരു സമയമായിരുന്നു 850 ലെവലിലൊക്കെ വന്നപ്പോൾ എന്നുള്ളതും നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് കാണാം ഈ 7 EMI 21 EMI താഴേക്ക് ക്രോസ് ഓവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സെൽ സിഗ്നലുമാണ്. ഇതെല്ലാം 100% ആക്യുറേറ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്കൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് RSIയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള EMIകളുടെ ഒരു ക്രോസ് ഓവറുടെയൊക്കെ ഒരു കൺഫർമേഷൻ ആയിട്ട് കൊടുത്തുകൊണ്ട് വളരെ നല്ല ഫണ്ടമെൻ്റലായിട്ടുള്ള സ്റ്റോക്കുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ നമ്മളിതൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസിഷൻസ് ഈവൻ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനും കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു കൃത്യമായിട്ടൊരു എക്സാമ്പിളാണ് ഫെഡറൽ ബാങ്കും ഹിൻഡാൽകോ എന്നുള്ള സ്റ്റോക്കുകൾ എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ്. അതുകൊണ്ട് നമ്മൾ RSI ഉപയോഗിക്കുക, ഇതിൻ്റെ ലെവല് ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ള പലരുടെയും ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ഒരു ആൻസർ 14 എന്നുള്ള ആ ഒരു ലെവലാണ് നമ്മൾ RSIക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ടൈം പീരീഡ് അതാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഒരു അനന്തരാജ് എന്നുള്ളൊരു സ്റ്റോക്ക് വളരെ നല്ല ഒരു
സ്റ്റോക്കാണ്. ഞങ്ങൾ ഈ സ്റ്റോക്കിൽ പല പ്രാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻസിലൂടെയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷേ ഈ സ്റ്റോക്ക് ഒരു കറക്ഷനിലൂടെയാണ് കുറച്ച് സമയമായിട്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ദിവസത്തിലൊരു ഈ സ്റ്റോക്ക് ഒരു 508 ലെവലിലേക്കാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൻ്റെ RSI 30ക്ക് താഴേക്ക് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ 27 ലെവലിലേക്കൊക്കെ RSI മൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ പക്ഷേ നമുക്ക് കാണാം ഈ 21 EMI ഇപ്പോഴും താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും നമുക്ക് ഈ 21 EMIയെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് അനന്തരാജ്യ ഒരു ബൈ സിഗ്നലാണ് അവിടെ നൽകുക എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൈയിങ് ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്ത് ലഭിക്കുകയാണെങ്കിൽ അതൊരു വളരെ നല്ലൊരു ബൈ അവസരമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനൊന്ന് വാച്ച് ചെയ്യുകയും ചെയ്യുക. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ശക്തി പമ്പ് എന്നുള്ളൊരു സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഒരു 1387 ലെവലിൽ നിന്നൊക്കെ വലിയൊരു കറക്ഷനോടെ വന്നിട്ട് ഇപ്പോൾ ഒരു 348 ലെവലിലേക്കൊക്കെ വന്നാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും RSI 40ക്ക് താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കും നമുക്ക് സ്റ്റോക്കിൻ്റെ 21 EMIയെ 7 EMI ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കും ഇതിലൊരു ഇങ്ങനെയുള്ളൊരു അവസരം ഉപയോഗിക്കാനായിട്ട് എങ്ങനെയാണെന്നുള്ളത് പ്രാക്ടിക്കലി ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്കത് നോക്കി പഠിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഇൻഡിഗോ എന്നുള്ള ആ വിമാന കമ്പനിയുടെ ഷെഡ്യൂളുകൾ വളരെയധികം ക്യാൻസൽ ചെയ്യുകയാണുള്ള സാഹചര്യം ഉണ്ടായതല്ലേ. നമുക്കറിയാം ആയിരക്കണക്കിന് ഷെഡ്യൂളുകളാണ് ക്യാൻസലായത്. അതിനുശേഷം പല എയർപോർട്ടുകളിലും നമ്മൾ കണ്ടു കുറേ പാനിക് സിറ്റുവേഷനുകളൊക്കെ ഉണ്ടാകുന്നു, കുറേയധികം ഈവൻസ് ഒക്കെ പലർക്കും നഷ്ടപ്പെടുന്നതൊക്കെ അവസരങ്ങളുണ്ടായി. പക്ഷേ നമുക്കറിയാം ഇൻഡിഗോ എന്നുള്ള ഒരു വിമാന കമ്പനി ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയധികം ഷെഡ്യൂളുകൾ ചെയ്തിരുന്ന ഒരു കമ്പനിയാണെന്നുള്ളതും ഇത്രയധികം ഡെവലപ്മെൻറ്റിലേക്ക് പോയൊരു കമ്പനിയാണെന്നുള്ളത് പലപ്പോഴും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷേ ഞാൻ ഈ കമ്പനിയിലാണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇൻഡിഗോ ആണ് പ്രിഫർ ചെയ്ത് മൂവ് ചെയ്തിരുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം അവർ കൃത്യമായിട്ട് സമയത്ത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവരൊരു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റോക്ക് ഒരു 1000 ലെവലിലൊക്കെ നിൽക്കുമ്പോൾ ഞാനും എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലേക്ക് ഞാൻ ആഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചു കുറേ സമയം കൊണ്ട് ഈ കമ്പനിക്ക് അവരുടെ മാർക്കറ്റ് ഷെയറിൽ പ്രത്യേകിച്ചും കിങ്ഫിഷറിൻ്റെ ക്ലോസിങ്ങിന് ശേഷവും അതിനുശേഷം ജെറ്റ് എയർലൈൻസും ക്ലോസ് ചെയ്തതിന് ശേഷം ഇവർക്ക് ആ കമ്പനികൾക്കുണ്ടായിരുന്ന അവരുടെ കപ്പാസിറ്റി എല്ലാം ഇവർ ആഡ് ചെയ്ത് എംപ്ലോയീസിനെയൊക്കെ ടേക്ക് ഓവർ ചെയ്തൊക്കെ ഇവർക്ക് ഓൾമോസ്റ്റ് ഒരു 65% മാർക്കറ്റ് ഷെയറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡുവോപ്പൊളി ഇപ്പം മറ്റു നോക്കുകയാണെങ്കിൽ എയർ ഇന്ത്യ ആണ് മറ്റുള്ള ഓപ്പറേഷൻസ് ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം ഇപ്പോഴും അവരുടെ ഓപ്പറേഷൻസൊക്കെ ഇപ്പോഴും ഒന്ന് സെറ്റിലായി വരുന്നേ ഉള്ളത് നമുക്കറിയാം. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ഷെഡ്യൂൾസുമായിട്ട് വളരെയധികം നല്ല രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഒരു ഡിസ്ട്രപ്ഷൻ ശരിയായ രീതിയിൽ അവരുടെ ആ റെപ്യൂട്ടേഷൻ അവരെ ഏറ്റവും കൂടുതൽ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അവരുടെ ആ ടൈംലി ആയിട്ടുള്ള ഡിപ്പാർച്ചേഴ്സും അതുപോലെ തന്നെ അറൈവൽസും ആയിരുന്നു. അവിടെയാണ് അവർ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഫെയിലിയർ ആയത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇൻഡിഗോ എന്നുള്ള സ്റ്റോക്ക് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. 1000 ലെവലിൽ എൻ്റർ ചെയ്ത സ്റ്റോക്കാണ്. 4800 ലെവലിൽ എനിക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കാണാം ഈ സ്റ്റോക്ക് ഈവൻ 6000 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്ത സ്റ്റോക്ക് വലിയൊരു സെൽ ഓഫിലൂടെ നിയർലി ഒരു 17% ഒക്കെ കഴിഞ്ഞ ഈ റിവിന് ശേഷം സെൽ ഓഫിലൂടെ പോവുകയുണ്ടായി. എന്തായാലും നമുക്ക് കാണാം ഈ ഇൻഡിഗോ എന്നുള്ള സ്റ്റോക്കിൻ്റെ RSI ഇപ്പോൾ ഓൾമോസ്റ്റ് 21 ലെവലിലേക്കൊക്കെ വന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ RSI എത്രയായി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ എൻ്റർ ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. കാരണം ഈ ഇൻഡിഗോ എന്നുള്ള കമ്പനിയുടെ സ്റ്റോക്കുകൾ കുറേയധികം ഹോൾഡ് ചെയ്യുന്നതും മ്യൂച്വൽ ഫണ്ട്സാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസുകളൊക്കെ പല മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ഇതുപോലെ 1000 താഴെയൊക്കെ എൻ്റർ ചെയ്തവരായിരിക്കും. അവർക്ക് ഹ്യൂജ് പ്രോഫിറ്റിലായിരിക്കും നിൽക്കുന്നത്. എസ്പെഷ്യലി ഇതുപോലുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ
അവർ എക്സിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസും ഇനിയും ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ഇതൊരു എൻട്രി ലെവലല്ല ഇൻഡിഗോ എന്നുള്ളത് പ്രത്യേകം നോക്കുക. അതുകൊണ്ട് ഒരു സ്റ്റോക്കിൽ RSI പോലുള്ള ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ജനറലായിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷനും അതുപോലെ തന്നെ ആ സ്റ്റോക്കിൻ്റെ ഇവിടെ നമുക്ക് കാണാം കമ്പനിയുടെ ഒരു USP ആയിരുന്ന യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ആയിരുന്ന അവരുടെ ആ ടൈമിൽ സർവീസ് നൽകുന്നിടത്താണ് ഒരു ഫെയിലിയർ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, വരും ദിവസങ്ങളിൽ കമ്പനിയുടെ 10%ഓളം സർവീസുകൾ കട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓൾറെഡി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ അവരുടെ അടുത്ത ക്വാർട്ടറിലേക്ക് റവന്യൂവിലും പ്രോഫിറ്റിലൊക്കെ ഒരു ഹിറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് വരുന്ന 1-2 ക്വാർട്ടറിലെങ്കിലും ഇൻഡിഗോൻ്റെ പെർഫോമൻസ് എന്തായാലും മോശമായിരിക്കുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇൻഡിഗോയിലൊരു എൻട്രി ഇവിടെ എടുക്കാതിരിക്കുക, വെയിറ്റ് ചെയ്യുക, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ വളരെ താഴെ ലെവലിൽ എൻട്രി ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഈ സ്റ്റോക്കുകൾ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് 14% ഉയർന്നും, ഹിന്ദുസ്ഥാൻ സിങ്ക് 13% ഉയർന്നും, GET&D 8% ഉയർന്നും, ഹോം ഫസ്റ്റ് ഫിനാൻസ് 8% ഉയർന്നും, ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സ് 8% ഉയർന്നും, ലോയിഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി 7% ഉയർന്നും, നവ 6% ഉയർന്നും, SRF 6% ഉയർന്നും, ശാരദ എനർജി ആൻഡ് മിനറൽസ് 6% ഉയർന്നും, PNB ഹൗസിംഗ് ഫിനാൻസ് 6% ഉയർന്നും, നവിൻ ഫ്ലോറിൻ 6% ഉയർന്നും, ആവാസ് ഫിനാൻഷ്യൽസ് 5% ഉയർന്നും, സെഞ്ചുറി പ്ലൈബോർഡ്സ് 5% ഉയർന്നും, NIACL നാഷണൽ ഇൻഷുറൻസ് കമ്പനിയാണത് 5% ഉയർന്നു. അതുപോലെ ICICI പ്രൊഡൻഷ്യൽ 5% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ കമ്പനികളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള കമ്പനികളായതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. നിഫ്റ്റി 5th ഡിസംബറിന് ക്ലോസ് ചെയ്തിരുന്നത് 26,186 8th ഡിസംബറിന് 225 പോയിൻറ്റ്സ് താഴ്ന്നും, 9th ഡിസംബറിന് 120 പോയിൻറ്റ്സ് താഴ്ന്നും, അതിനുശേഷം 10th ഡിസംബറിന് 81 പോയിൻറ്റ്സ് താഴ്ന്നും ക്ലോസ് ചെയ്ത നിഫ്റ്റി 11th ഡിസംബറിന് 140 പോയിൻറ്റ്സ് ഉയർന്നു, 12th ഡിസംബറിന് 148 പോയിൻറ്റ്സോടെ ഉയർന്ന് 139 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം, നിഫ്റ്റി ഇപ്പോൾ 156 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയാണ് ഡിസംബർ മന്തിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കും നോക്കുമ്പോൾ 200 DMA വരുന്നത് 24,720ലും, 100 DMA വരുന്നത് 25,296ലും, 50 DMA വരുന്നത് 25,745ലും, 20 DMA വരുന്നത് 26,031ലുമാണ്. അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിന്റ് വരുന്നത് 25,972, അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 26,252, 26,458, 26,569, 26,935, 27,561 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ 25,972 താഴെ സപ്പോർട്ട് ലെവലുകൾ 25,767, 25,481, 24,951, 24,585, 23,979 എന്നീ ലെവൽസാണ്. അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി റേഞ്ച് നോക്കുമ്പോൾ അപ്പർ റേഞ്ച് 26,935 താഴെ 24,585 ആയിരിക്കും. അതുപോലെ ഒരു പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 25,972 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദ വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു 82 ലെവലിലാണ്. ആ 82ന് മുകളിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്താൽ അടുത്തൊരു റെസിസ്റ്റൻസ് 90 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ AAA ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. ഈ സ്റ്റോക്ക് ഒരു 550 ലെവലിന് മുകളിലേക്ക് മൂവ് ചെയ്താൽ അടുത്തൊരു റെസിസ്റ്റൻസ് 600 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ AAA ടെക്നിക്കൽ പിക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. അതുപോലെ നമുക്ക് ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ സിങ്ക്, അശോക് ലൈലൻഡ്, നാറ്റ്കോ ഫാർമ, AB ക്യാപിറ്റൽ, അതുപോലെ ഗ്രാനുവൽസ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം
നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.